നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ചില വിഷയങ്ങളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പിരിയാമെന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. മുൻ സർക്കാർ, അതായത് മുൻ തമിഴ്നാട് സർക്കാർ കേരളത്തിന് അനുകൂലമായുള്ള തീരുമാനമല്ല മുല്ലപ്പെരിയാർ വിഷയത്തിൽ എടുത്തത്. പക്ഷേ സ്റ്റാലിൻ എന്ന മുൻ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയും തമ്മിൽ വളരെ ഒരു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ മുഖ്യമന്ത്രി വിജയാണ്. അദ്ദേഹം കേരളത്തിൽ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ആശങ്കകളുണ്ട് നമ്മളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കവേ ഇപ്പോഴിതാ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുമായി കൂടിക്കാഴ്ച നടത്തി നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 31ാമത് സദേൺ സോണൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ചെന്നൈയിലെത്തിയതായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ദക്ഷിണേന്ത്യയിലെ നദീജലത്തിന്റെ പങ്കിടൽ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ എന്നീ വിഷയങ്ങൾ, പ്രധാനമന്ത്രി ഗ്രാമീണ ഭവന പദ്ധതിയുടെ നടത്തിപ്പ്, വ്യോമയാന മേഖലയിലെ പ്രശ്നങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൗൺസിൽ യോഗത്തിൽ ചർച്ചാ വിഷയമായി എന്നാണ് കരുതുന്നത്. ചെന്നൈക്കടുത്തുള്ള സ്വകാര്യ ഹോട്ടലിലാണ് സമ്മേളനം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. 1957 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട മേഖലാ കൗൺസിലുകളുടെ ചെയർമാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ്. അതേസമയം ഈ പൊതുവായ വിഷയങ്ങളിൽ ഉപദേശങ്ങൾ സമർപ്പിക്കാനുള്ള അധികാരമേ കൗൺസിലിനുള്ളൂവെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഏകോപിത പ്രവർത്തനത്തിന് വേദിയൊരുക്കാൻ സമ്മേളനത്തിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തെങ്കിലും ചർച്ചയുണ്ടാകുമോ? കേരളം നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, മേഖലാ കൗൺസിൽ യോഗത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളും നദീജല പ്രശ്നങ്ങളും പ്രധാന ചർച്ചാ വിഷയമാകുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയും തമ്മിൽ നിലനിൽക്കുന്ന കാവേരി തർക്കം ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിൽ പ്രത്യേക ചർച്ചകൾ നടത്തുമോ എന്ന കാര്യത്തിൽ വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിലും ചർച്ചയുണ്ടാകുമോ എന്നൊരു ആകാംക്ഷയും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മുല്ലപ്പെരിയാർ കേസിൽ സ്പെഷ്യൽ കൗൺസിലിനെ കേരളം നിയമിച്ചിരുന്നു. പ്രമുഖ അഭിഭാഷകൻ റോയ് എബ്രഹാമിനെയാണ് കേരള സ്പെഷ്യൽ കൗൺസിലായി നിയമിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും വിവിധ ട്രിബ്യൂണലുകളും പരിഗണിക്കുന്ന അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളും റോയ് എബ്രഹാം സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഹാജരാകും. സീനിയർ അഭിഭാഷകൻ മോഹൻ കദാർക്കിക്കൊപ്പം റോയ് എബ്രഹാം ഹാജരാകുമെന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 1992 മുതൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് റോയ് എബ്രഹാം. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം സ്വദേശി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല തർക്ക കേസുകളിൽ ഹാജരാകാൻ അഭിഭാഷകൻ ജി പ്രകാശിനെയാണ് നിയമിച്ചത്. സംസ്ഥാനത്തിന്റെ മുൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടിയായിരുന്നു ജി പ്രകാശ്. ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിരുന്നു ജി പ്രകാശ്. റോയ് എബ്രഹാമിനെ നിയമിച്ച് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ ജി പ്രകാശിനെ മാറ്റിയതായി വ്യക്തമാക്കുന്നില്ല. എന്നാൽ പകരം നിയമനം എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.